ഫിദാമ്മയുടെ കിടക്കായിരുന്നു. ഏയ് അല്ല, ഓഫീസിലെ കുറച്ച് കണക്കുകൾ നോക്കാനുണ്ടായിരുന്നു. അല്ല, ഞാൻ ശല്യായോ? ഹേ, അമ്മയ്ക്ക് മോൾ എങ്ങനെയാ ശല്യാവുന്നേ? പ്രിയങ്ക തിരിച്ചെത്തിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? അവള് കണിമംഗലത്തുണ്ട്. കണിമംഗലത്തോ? അതെ, അവളിപ്പോ ഒരു കൊച്ചുകുട്ടിയെ പോലെയാ. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അവളുടെ മനസ്സിൽ ഞാനും അവളും കൂടി ഒന്നിച്ച് കളിച്ചു നടന്നിരുന്ന പ്രായം മാത്രം. വല്ലപ്പോഴും ആറ്റുവശേരിയിലേക്ക് ഞാൻ ചെന്നാലാണ് അവൾ ഭക്ഷണം കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവള് കണിമംഗലത്തേക്ക് വന്നിരുന്നു. പറഞ്ഞു വിടാൻ എല്ലാരും നോക്കിയിട്ട് അവള് സമ്മതിച്ചില്ല. അവൾ അവിടെ തന്നെ നിന്നു. സുഖമില്ലാന്ന് കേൾക്കുമ്പോ വിഷമമുണ്ട്. പക്ഷേ പ്രിയങ്ക കണിമംഗലത്ത് നിൽക്കുന്നത് നല്ലതല്ലല്ലോ മോളെ. എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്. അത് അവര് പറയുകയും ചെയ്തു. പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറഞ്ഞ് എല്ലാവരും ബാളം വെച്ചുകൊണ്ട് നിൽക്കുമ്പോ അവള് കൊച്ചുകുട്ടിയെപ്പോലെ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സത്യത്തില് എനിക്കിത് കേട്ടിട്ട് എന്തോ കുഴപ്പമുള്ളത് പോലെ തോന്നുന്നത്. വരുണോട് പറഞ്ഞിട്ട് അത് വേണ്ടാന്ന് വെക്കുന്നതല്ലേ നല്ലത്. 1-2 ദിവസത്തിനുള്ളില് എന്തെങ്കിലും പറഞ്ഞ് അവൾ അവിടുന്ന് പറഞ്ഞേക്കാന്നാ കരുതുന്നേ. അച്ഛൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും കൂടി പ്രത്യേകിച്ച് ഒരിടത്തും പോയിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകും. നിങ്ങൾക്കൊരു നല്ല യാത്രയാവും. ആ സമയത്തിനുള്ളിൽ പ്രിയങ്ക അവിടുന്ന് പോവുകയും ചെയ്യുമല്ലോ. ഇതാ പറഞ്ഞ നല്ലൊരു കാര്യം മോളെ. മോളെ കാണാതാകുമ്പോ പിന്നെ പ്രിയങ്ക എന്ത് പറഞ്ഞു അവിടെ നിക്ക? അതെ, ഞാൻ വരുണോട് പറയാം. വരുണ് താല്പര്യം ഉണ്ടാവും. പ്രിയങ്കയുടെ ചികിത്സയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഉണ്ട്. സ്ഥിരബുദ്ധിയില്ലാത്ത ഒരാൾക്ക് അത് തിരിച്ചു കിട്ടുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയില് അത് നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട ഒന്നാ. രാധികമ്മളുടെ സ്വഭാവം ഏറ്റവും പേടിക്കേണ്ടത്. മാനസിക നില ശരിയായി പ്രിയങ്ക മുന്നിൽ വന്നു നിന്നാല് മോൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് രണ്ടാളും പേടിക്കണ്ട. ആ കാര്യങ്ങളില് ഞാൻ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്ക് വരുണിനെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല. വരുൺ എന്റേതാ. ഞാൻ സ്നേഹിക്കുന്ന പുരുഷനാ. എന്താ ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല മോളെ. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാ മതി. പക്ഷെ വരുണിന്റെ കാര്യത്തിൽ ഒരിക്കലും അതുണ്ടാവില്ല. വരുണ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. വരുണും ഉണ്ടായിരുന്നു. പിന്നെന്താ കേറി വരാതിരുന്നേ? ഞങ്ങൾ ഒന്നിച്ച് വരാനായിട്ടിരുന്നതാ. വരുണ് പെട്ടെന്ന് ഓഫീസിൽ നിന്നൊരു മീറ്റിംഗ്. വരുണനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി. മനസ്സിന് ചെറിയൊരു അസ്വസ്ഥത തോന്നിയപ്പോ ഞാൻ വരുണിനോട് പറഞ്ഞതാ, എന്നെ ഒന്ന് ഫിദാമ്മയുടെ അടുത്താക്കി തരാൻ. ഇവിടെ വന്ന് കുറച്ചു നേരം അമ്മയുടെ അടുത്തിരുന്ന മനസ്സിനൊരു സുഖം കിട്ടും. അമ്മേ, ഇത് അത്ഭുതമാണല്ലോ. ആറ്റുവാശ്ശേരി തന്നെ ഒരാള് ഭക്ഷണം എടുത്ത് കൊടുത്തിട്ട് പോലും പ്രിയങ്ക കഴിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അമ്മ അവൾക്ക് ശരിക്കും ഓർമ്മയുണ്ടെന്നല്ലേ? അമ്മയെ ഓർത്തു. ഇനി ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും ഇവൾ ഓർത്തെടുക്കും. നീ പൊയ്ക്കോ കൽപ്പന, ഞാൻ ഇവൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ. കഴിക്കുമോളെ. നല്ല രസം ആണോ? കഴിച്ചോ. നല്ല അമ്മയാ കേട്ടോ. എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടാ. അയ്യോടാ.
ഈ ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞിനോട് എന്ത് പറയാൻ പറ്റും? കഴിച്ചോ? ഇത് മതി. എല്ലാവരും നോക്കിക്കോ. ഒരു ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രിയങ്ക ഓർമ്മ വീണ്ടെടുക്കും. പിന്നെ ആ കണിമംഗലത്ത് യുദ്ധം തുടങ്ങാൻ പോകുന്നത്. അയ്യോ, വെള്ളം കുടിച്ചോ? മതിയോ? കഴിച്ചോ കേട്ടോ. ഫിദാമ്മയുടെ സംഗീതം പഠിച്ചിട്ടുണ്ടോ? അല്ലൊന്നും മോളുന്ന പോലെ ഞാൻ കേട്ടിട്ടില്ല. ഫിദയുടെ സംഗീതം മുഴുവൻ ഫിദയുടെ മനസ്സിലാ. എങ്കിൽ നമുക്ക് പഠിക്കാമെന്നേ. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഫിദാമ്മയുടെ ഒന്ന് പാടി കേൾക്കണമെന്ന്. ഫിദാമ്മയുടെ പാട്ടറിയായിരുന്നെങ്കിൽ ഞാൻ ഫിദാമ്മയുടെ മടിയിൽ കിടന്നിട്ട് ഒരു താരാട്ട് പാടിത്തരാൻ പറഞ്ഞേനെ. അമ്മ പാടുന്ന പോലെ.